നിതിൻ രാജിൻ്റെ മരണത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർ കെ.എം. റാമിൻ്റെ എടക്കാട്ടെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കെ.എം. റാമിന് എടക്കാട് ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന വിവരം പോലും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ്. കെ.എം. റാം ഇപ്പോൾ ഒളിവിലാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ ക്ലിനിക്കിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് പ്രദീപ് നാരായൺ ചേരുകയാണ്. പ്രദീപ് നാരായൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ്, അല്പസമയം മുൻപാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കാട്ടെ ഡോക്ടർ റാമിൻ്റെ ക്ലിനിക്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കെട്ടിടത്തിന് മുകൾ നിലയിലായിരുന്ന ക്ലിനിക്ക് പോലീസ് നേരത്തെ തന്നെ ഷട്ടർ ഉൾപ്പെടെ അടച്ച് സുരക്ഷിതത്വം ഒരുക്കിയിരുന്നെങ്കിലും മറ്റൊരു കെട്ടിടത്തിന് വഴിയിൽ കൂടി പ്രവർത്തകർ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയും ഇവിടെ ഒരു പോസ്റ്റർ സ്ഥാപിക്കുകയും ചെയ്തു. ജാതിവെറിയന് മാപ്പില്ല, ജാതിവെറിയൻ്റെ കട ഡിവൈഎഫ്ഐ പൂട്ടിച്ചെന്ന ബോർഡ് പോസ്റ്റർ സ്ഥാപിച്ചു. തുടർന്ന് ആ ക്ലിനിക്കിന് മുന്നിൽ പതാക സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ എടക്കാട് പ്രദേശം നിലവിലുള്ളത്. എന്തായാലും ക്ലിനിക്കിന്റെ ബോർഡ് ഉൾപ്പെടെ പൂർണ്ണമായും തകർക്കുന്ന നിലയിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് എത്തിയത്. ദിലീപ്, ഇപ്പോൾ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് കരുതുന്ന ഡോക്ടർ കെ.എം. റാമിൻ്റെ എടക്കാട്ടെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചുമായി എത്തി. പോലീസുമായി ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. കെ.എം. റാമിൻ്റെ കോലവും ഏന്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ എടക്കാട്ടെ ക്ലിനിക്കിലേക്ക് എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.